എന്ന് പറയുന്ന ദേശത്തെ രാജകുമാരിയും രാജാവിന്റെ മകളും മന്ത്രികുമാരനും തമ്മിലുള്ള ഒരു പ്രണയത്തിന്റെ കഥയാണ്. ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു. അവർ രണ്ടുപേർക്കും വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വരുന്നു. ഒരുപാട് അലൗകിക ലോകങ്ങൾ കടന്നു വരുന്നു. അവസാനം എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അവൻ ഒന്നിക്കുന്നു. ഇത്രയുള്ള ഈ കാവ്യത്തിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. പക്ഷെ ഇതുപോലെ അറബി മലയാളത്തിലോ ഒരുപക്ഷെ മലയാള സാഹിത്യത്തിലോ സ്വാധീനിക്കപ്പെട്ട കാവ്യങ്ങൾ നന്നേ ചുരുക്കമാണ്. ആ കാവ്യത്തെ മുൻനിർത്തി മാത്രം നമുക്ക് ഈ കാവ്യം പരിശോധിക്കാം. നമുക്ക് ബദർപടപ്പാടിലേക്ക് വരാം. ആ ഒറ്റ കാവ്യത്തെ മുൻനിർത്തി മാത്രം അത്രയ്ക്ക് ഇപ്പൊ നമ്മള് ഫെമിനിസത്തെ കുറിച്ച്, സ്ത്രീവാദ സാഹിത്യത്തെ കുറിച്ച്, സ്ത്രീ പുരുഷ ലിംഗനീതിയെ കുറിച്ച്, സമത്വത്തെ കുറിച്ച് ഇന്നൊക്കെ നമുക്ക് സംസാരിക്കാനോ പറയാനോ യാതൊരു മടിയുമില്ല. പക്ഷേ 100-150 വർഷങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ സമൂഹം എത്രമാത്രം യാഥാസ്ഥിതികമായിരിക്കുമെന്ന്, അല്ലെ, എത്രമാത്രം യാഥാസ്ഥിതികമായിരിക്കുമെന്ന്, എത്രമാത്രം പുരുഷ കേന്ദ്രീകൃതമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കും. അത്തരം ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് മോയിൻകുട്ടി വൈദ്യർ എന്ന 20 വയസ്സ് പ്രായമുള്ള ഒരു കവി ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന കാവ്യം എഴുതുന്നത്. അത് ഒരേ സമയം പുരുഷാധിപത്യത്തിനും പുരുഷ മേൽക്കോയ്മക്കും ആണധികാരത്തിനും ഒപ്പം രാജാധികാരത്തിനും എതിരായ വിളംബരമായി മാറുന്നുണ്ട് കാവ്യം. ഇവിടെയാണ് പ്രശ്നം. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബദറുൽ മുനീറിനോടൊപ്പം ജീവിക്കാൻ അന്നത്തെ അധികാര വ്യവസ്ഥ, ആൺകോയ്മയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥ. അവളുടെ പിതാവ് രാജാവാണ്, അസ്മീർ രാജ്യത്തെ രാജാവാണ്. പിതാവ് അനുവദിക്കുന്നില്ല. മന്ത്രികുമാരനെ, അവളുടെ ഇഷ്ടത്തോടനെ ബദറുൽ മുനീറിനെ ബലമായി തടവറയിൽ അടച്ചുപൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ അവൾ വളരെ രഹസ്യമായി മുനീറിനെ സന്ധിക്കുകയും രാത്രി സന്ധിക്കുകയും അവനുമായി ഒളിച്ചോടിപ്പോയി എവിടെയെങ്കിലും നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്യും. ആരാ തീരുമാനിക്കുന്നത്? ഹുസ്നുൽ ജമാലാണ്. ഹുസ്നുൽ ജമാലിന്റെ കാർമ്മികത്വത്തിലാണ് ആ ഒളിച്ചോട്ട് പ്ലാൻ ചെയ്യുന്നത്. അവൾക്ക് പിതാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് കിട്ടി എത്രയോ സ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ തനിക്ക് ചമഞ്ഞ് നടക്കാനുള്ള, പ്രദർശിപ്പിക്കാനുള്ള ഉപാധിയായിട്ടല്ല, തന്റെ ഭാവി ജീവിതത്തെ കരുപിടിപ്പിക്കാനുള്ള ഉപകരണങ്ങളായിട്ടാണ് ഹുസ്നുൽ ജമാൽ കാണുന്നത്. പക്ഷേ അവർ ഒളിച്ചോട്ടം പ്ലാൻ ചെയ്ത അന്ന് രാത്രി ഒരു സംഭവം ഉണ്ടായി. എന്താണ്? അബൂ സയ്യാദ് എന്ന് പറയുന്ന മുക്കുവൻ, ഇങ്ങനത്തെ അർത്ഥത്തിലല്ല മുക്കു എന്ന് പറയുന്നത്. അബൂ സയ്യാദ് എന്ന് പറയുന്ന ഒരാൾ ഇവളും മുനീറും തമ്മിൽ രാത്രിയിൽ അന്ത്യയാമങ്ങളിൽ രഹസ്യമായി ഒളിച്ചോട്ടം പ്ലാൻ ചെയ്യുന്നത് രഹസ്യമായി കേൾക്കുകയും അടുത്ത പ്രഭാതത്തിൽ അവൾ മന്ത്രികുമാരന്റെ വേഷത്തിൽ കുതിരപ്പുറത്തെത്തി അവിടെ നിന്ന് ഇവിടെയും കൊണ്ട് കടന്നുപോവുകയും ചെയ്തു. എത്രയോ കാലങ്ങൾ പിന്നിട്ടതിന് ശേഷം മാത്രമാണ് ഹുസ്നുൽ ജമാൽ തിരിച്ചറിയുന്നത് താൻ അകപ്പെട്ടിരിക്കുന്നത്, താൻ എത്തിപ്പെട്ടിരിക്കുന്നത് തന്റെ ഇഷ്ടഭാജനമായ ബദറുൽ മുനീറിനോടൊപ്പമല്ല, അബൂ സയ്യാദ് എന്ന് പറയുന്ന ചതിയോടൊപ്പമാണ് താൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയുന്നത്. അവിടെ മുതൽ അവളുടെ യഥാർത്ഥ സ്വത്വം അവൾ തിരിച്ചെടുക്കുകയാണ്. വേണമെങ്കിൽ തന്റെ ആ ഉറവാൾ ഊരി ഒറ്റ വെട്ടിന് അവനെ ശരിയാക്കാം, ഒരു സംശയം വേണ്ട, അവന് രക്ഷപ്പെടാൻ കഴിയും. തിരിച്ച് കൊട്ടാരത്തിലെത്തി പിതാവിന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കാം. പക്ഷെ അതൊന്നുമല്ല അവൾ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുകയല്ല, അവളിന് രക്ഷപ്പെടുകയല്ല. ഏത് പ്രതിസന്ധിയെയും സധൈര്യം നേരിടാൻ, തുടർന്ന് അല്പകാലത്തേക്കെങ്കിലും അബൂ സയ്യാദിനെ തന്റെ ഭർത്താവിന്റെ വേഷത്തിൽ അഭിനയിപ്പിക്കാൻ അവനോട് പറയുന്നുണ്ട്, നീ എന്റെ ഭർത്താവിന്റെ വേഷത്തിൽ നിന്ന് കൊള്ളണം, പക്ഷെ നീ എന്റെ ഭർത്താവല്ല എന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം എന്ന് അബൂ സയ്യാദിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് അവൾ കഴിഞ്ഞു പോകുന്നത്.